ഇന്ന് ലേറ്റസ്റ്റ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ പി.സി. വിഷ്ണുനാഥാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ പി.സി. വിഷ്ണുനാഥ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, ഇപ്പം ആദ്യത്തെ ഒരു വിശേഷം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയേക്കാം. ഇനിയിപ്പോൾ 18ാമത് ഡോക്യുമെൻ്ററി ഫെസ്റ്റ്, കേരള ഡോക്യുമെൻ്ററി ഫെസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് തന്നെ മാധ്യമങ്ങളോട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. നമുക്കറിയുന്ന പോലെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററികളും ഹ്രസ്വചിത്രങ്ങളും ഒക്കെ എത്തുന്ന ഒരു വലിയ മേളയാണ്, വലിയ സ്വീകാര്യതയുള്ള മേളയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ മിനിസ്റ്റർ? തീർച്ചയായും. അതായത് 1700-നടുത്ത് സിനിമകളാണ് ഇപ്പോൾ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഓരോ വിഭാഗത്തിനുമുള്ള സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങളാണ് അവസാനം നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ സമ്മാനാർഹരാകുന്ന സിനിമകൾക്ക് ഓസ്കാറിൻ്റെ അക്കാഡമിയുടെ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യപ്പെടും ഡയറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ അവരുടെ സിനിമകളൊക്കെ, ഷോർട്ട് ഫിലിമുകളൊക്കെ, ഡോക്യുമെൻ്ററികളൊക്കെ പ്രദർശനത്തിന് എത്തുന്ന ഒരു ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ് നമ്മുടേത്. അപ്പോൾ ആ പ്രാധാന്യത്തിൽ അത് നടത്താനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം ഡോക്യുമെൻ്ററി ഫെസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് IFFK തുടങ്ങും. അപ്പം അതിലെ സെലക്ഷൻ പ്രോസസ്സൊക്കെ തുടങ്ങിയോ? ഇത്തവണ ഒരു പ്രത്യേക, എല്ലാ തവണയും ഒരു തീമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത്തവണത്തെ തീമൊക്കെ സെറ്റായി കഴിഞ്ഞോ മിനിസ്റ്റർ? ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ വിജ്ഞാപനം ഇറങ്ങുക എന്നുള്ളതാണ്. ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ ഈ വർഷത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ പുറത്തിറങ്ങും. അതിന് ശേഷം അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡിസംബർ 2-ാം വാരത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കും. അതിനും ഉള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം അങ്ങ് തിരുവനന്തപുരത്ത് തന്നെ IFFK നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ IFFK വരുന്ന സമയങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്നതാണ് മേള വികേന്ദ്രീകരിക്കപ്പെടുമെന്ന്. ഇപ്പോൾ സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇത് തിരുവനന്തപുരത്ത് തന്നെ നിൽക്കണോ അതോ മറ്റിടങ്ങളിലേക്ക് കൂടി ഒരു ഫിലിം ഫെസ്റ്റിവൽ വ്യാപിപ്പിക്കണോ? അല്ല, നമുക്ക് ഇതിന് ഒരുപാട് അന്താരാഷ്ട്ര അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ അതിനൊരു പെർമനൻ്റ് വെന്യൂ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള, കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള, അതിൻ്റെ തിരുവനന്തപുരമാണ് അതിൻ്റെ വേദി. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ആ മേള അതിനുശേഷം തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയ്ക്ക് ശേഷം കോഴിക്കോടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കോ കൂടി പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് മേളകൾ സംഘടിപ്പിക്കുന്ന രീതിയുണ്ട്. അത് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്ഥലം അന്വേഷിക്കുകയാണ്. ഉചിതമായ സ്ഥലം ലഭിച്ചാൽ ഇതിന് ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകളായിട്ടാണ് നടന്നത്. തിരുവനന്തപുരത്ത് തന്നെ 10-12 സ്ക്രീൻ നമുക്ക് പല സ്ഥലത്തായിട്ട് കിട്ടണം. അപ്പോൾ അത് ഒറ്റ വെന്യൂവിൽ, സിംഗിൾ വെന്യൂവിൽ ഈ ഗോവയിലൊക്കെ നടക്കുന്ന പോലെ തന്നെ സംഘടിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അതായത് IFFKക്ക് ഒരു പെർമനൻ്റ് വെന്യൂ, അതിന് വേണ്ടിയിട്ടുള്ള ആലോചനയിലും പരിശ്രമത്തിലുമാണ്. പക്ഷേ നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടക്കുക, അതിന് ശേഷം പ്രാദേശിക അടിസ്ഥാനത്തിൽ മലബാർ മറ്റു മേഖലകളിൽ കൂടി നടത്തുന്ന രൂപത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ 2 വലിയ മേളകൾ വരികയാണ്. ഇപ്പം ഡോക്യു ഫെസ്റ്റും വരാൻ പോവുകയാണ്, അത് കഴിഞ്ഞ് IFFKയും വരാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും അക്കാദമിക്ക് ഒരു അധ്യക്ഷനില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം ഉടൻ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഉണ്ടാവും. മുൻകാലങ്ങളിലും ഡിസംബറിൽ അക്കാദമിക്ക് അധ്യക്ഷൻ വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല. ഈ മാസം തന്നെ അക്കാദമിയുടെ, പ്രത്യേകിച്ച് അറിയാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ പറയുന്ന മേളകൾക്കെല്ലാം ഒരു സമയക്രമം ഉണ്ടല്ലോ, അറിയാമല്ലോ.
IFFK ഡിസംബറിൽ നടക്കണം, അതിന് മുമ്പ് ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ നടക്കണം. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നമ്മളങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അക്കാഡമിയുടെ ചെയർമാനോ, നമ്മുടെ അക്കാഡമിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, നല്ല സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇത് വർക്ക് ചെയ്യാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ചെയർമാന് സെക്രട്ടറി ചുമതല കൊടുത്തു. ചെയർമാനും ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും ഒക്കെ വരുന്ന അത് കാത്തിരിക്കാതെ വർക്കെല്ലാം തുടങ്ങി. പക്ഷേ എന്നാലും ആ അക്കാഡമിയുടെ തലപ്പത്തേക്ക് ആൾക്കാർ വരണം യഥാസമയം എന്നുള്ളതുകൊണ്ട് ഈ മാസം തന്നെ അക്കാഡമിയുടെ ചുമതലക്കാരെ തീരുമാനിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. ഓക്കെ, ഇപ്പം സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ അത് ഈ താരസംഘടന അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് മിനിസ്റ്റർ. കാരണം ഒരു പുതിയ നേതൃത്വം വന്നു, പക്ഷേ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അവിടെ പോലീസ് കേസ് അടക്കം ഉണ്ടായി. സംഘടനയിൽ ഇടയ്ക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി വരികയും അതിൽ പാലക്കാടിൻ്റെ MLA കൂടിയ രമേശ് പിഷാരടിയൊക്കെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ പ്രശ്നം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. സിനിമാ മന്ത്രി എന്നുള്ള നിലയിൽ നേതൃത്വവുമായിട്ട് അങ്ങ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു? അതല്ലെങ്കിൽ ഇനി ഈ സീനിയർ താരങ്ങളുമായിട്ടൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമോ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംഘടനകളിൽ ഒന്നാണ് ഈ സംഘടന. താരസംഘടന ആയതുകൊണ്ടാണ് അതിന് വലിയൊരു പ്രാധാന്യമൊക്കെ എല്ലാവരും കൊടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഘടനയുടെ അകത്തെ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂസിൽ വകുപ്പിൻ്റെ മന്ത്രി ഇടപെടാൻ പോയാൽ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സംഘടനകളുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടി വരും. പക്ഷേ ഗവൺമെൻറ് ഇടപെടേണ്ട മറ്റ് കാര്യങ്ങൾ അതിനകത്ത് വരുവാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പോലീസ് കേസ്, അത് ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. സാംസ്കാരിക വകുപ്പോ സിനിമാ വകുപ്പോ അതിലിടപെടേണ്ട അതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിലിടപെടും. അതല്ലാതെ അവിടെ നിലവിലുള്ള ഭരണസമിതി തുടരുകയോ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി വരികയോ അഡ്ഹോക് കമ്മിറ്റി മാറുകയോ പിന്നെ പഴയ കമ്മിറ്റി തുടരുകയോ, ഇതൊക്കെ ആ ഒരു സംഘടനയ്ക്കകത്ത് ഇൻറ്റേർണലായിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ പോയിട്ട് അഭിപ്രായം പറയുന്നതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്, ഔചിത്യമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ ഇപ്പോൾ ഇത് ഈ പറഞ്ഞ സംഘടനകളിൽ എല്ലാ കാര്യങ്ങളിലും ഈ കടലാസ് നമ്മുടെ അടുത്തേക്ക് വരും. അത് നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. സിനിമ മേഖലയ്ക്ക് പിന്തുണ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യണം ഗവൺമെൻറ്, അതാണ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, സംഘടനയുടെ കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ സിനിമാ സംഘടനകൾക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സിനിമ ഇൻഡസ്ട്രിയിൽ അവരുടെ ഒരു ഇരട്ട നികുതിയുടെ പ്രശ്നമുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. പിന്നെ ഒരു ആവശ്യമായിരുന്നു സിനിമയ്ക്ക് ഇൻഡസ്ട്രിയുടെ സ്റ്റാറ്റസ് കൊടുക്കണമെന്നുള്ളത്. അത് നമ്മൾ അംഗീകരിച്ചു, ബജറ്റിൽ പ്രഖ്യാപനം വന്നു. പൈറസി തടയാൻ കോഴിക്കോടും എറണാകുളത്തും 2 ഓഫീസുകൾ സംവിധാനങ്ങൾ വേണം എന്നവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചു, ബഡ്ജറ്റിൽ അതിൻ്റെ പ്രഖ്യാപനം വന്നു. അപ്പം നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂടുതൽ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കണം എന്നവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചു, അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സിനിമാ മേഖല പ്രവർത്തിക്കുന്നതിന് എന്തെല്ലാം സഹായം വേണം അത് ഗവൺമെൻറ് ചെയ്യും. സിനിമയിൽ അഡ്ഹോക് കമ്മിറ്റി വേണോ പഴയ കമ്മിറ്റി വേണോ, അതിൽ ഇന്നയാൾ പ്രസിഡൻ്റ് ആണോ സെക്രട്ടറി ആണോ എന്നൊക്കെ ഉള്ളത് ആ സംഘടന തീരുമാനിച്ചോട്ടെ, അതിൽ ഇടപെടാൻ നമ്മൾ ഇല്ല. ഓക്കെ മിനിസ്റ്റർ, വ്യക്തമാണ്. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ പ്രത്യേകിച്ച് പ്ലീഡർ നിയമനത്തിലൊക്കെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. മിനിസ്റ്റർ, ഇതിൽ ഒരു അച്ചടക്ക പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരു സർക്കാർ വന്നിട്ട് 60 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടി സമയം കൊടുക്കേണ്ടിയിരുന്നോ, അതോ ഈ വിമർശനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, സംഘടനാപരമായ കാര്യമാണ്. ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ പൊതുവായി പറയേണ്ടതില്ല. ആ കാര്യങ്ങൾക്കെല്ലാം രമ്യമായ പരിഹാരം ഉണ്ടാകും. ഈ സംഘടനയ്ക്കകത്ത് തന്നെയുള്ള കാര്യങ്ങളാണല്ലോ. തീർച്ചയായും നേതൃത്വം, അതും മുഖ്യമന്ത്രിയും എല്ലാവരും ആ കാര്യത്തെ ഗൗരവമായി കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഇപ്പോൾ അങ്ങേ ഫ്രീ ആക്കി. ഇപ്പം അതും ഈ പറഞ്ഞ പോലെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതല്ല, പക്ഷേ ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ പവർ കട്ട്. അങ്ങ് വൈദ്യുതി മന്ത്രിയല്ല, പക്ഷേ എങ്കിലും ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ വിഷയം ക്യാബിനറ്റിലൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, ക്യാബിനറ്റിൽ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളത് നമുക്ക് പുറത്ത് പറയാൻ കഴിയില്ല. പക്ഷേ വൈദ്യുതി മന്ത്രിയുമായി ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. കാരണം മഴയുടെ ലഭ്യത കുറവ് ഇന്ത്യ മുഴുവനുണ്ട്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാലും വൈദ്യുതി ലഭ്യമാകാത്ത ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ 2 മാസം കൊണ്ടൊരു ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന പ്രശ്നമല്ലല്ലോ ഇത്. ഒന്ന്, വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രതിസന്ധിയുടെ കൂടെയാണ് ഈ മഴ ലഭ്യത കുറവിൻ്റെതായ പ്രശ്നം വന്നത്.
ഇപ്പോൾ അതിന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചിട്ടും ലഭ്യമാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അത് 24 അവേഴ്സിന് രാത്രി മാത്രമായിട്ട് വാങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നു. അപ്പോൾ 24 അവേഴ്സായിട്ട് കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തീരുമാനിച്ച് ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വൈദ്യുതി വകുപ്പ് ആത്മാർത്ഥമായിട്ട് ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചില കാര്യങ്ങൾ നമ്മുടെ മന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പം മഴ പെയ്യുക, കുറയുക, കൂട്ടുക എന്നുള്ളതൊന്നും വകുപ്പിനോ സർക്കാരിനോ മന്ത്രിക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അന്നേരം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ട് ചെയ്യേണ്ടതെല്ലാം ആ വകുപ്പ് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പരമാവധി പരിഹരിക്കാൻ ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്, വൈദ്യുതി വകുപ്പ് പരിഹരിക്കുകയാണ്, അത് പരിഹാരം കാണുകയും ചെയ്യും. ഓക്കെ മിനിസ്റ്റർ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.